ബസ് യാത്രകൾ എനിക്ക് ചിലപ്പോൾ ചെയ്യേണ്ടി വരും. ഞാൻ ട്രെയിനിനെ കൂടുതൽ പോകാറുള്ളത്. ഇടയ്ക്ക് ബസ് യാത്ര ചെയ്യാറുണ്ട്. അപ്പോൾ ഒരിക്കൽ ഞാൻ കോട്ടയത്ത് വന്നിട്ടുണ്ടായിരുന്നപ്പോൾ ആൾ പറ്റിയിരിക്കുകയാണ്. പ്രായമുള്ള പുള്ളിക്കാരനാണ്. അപ്പോൾ പുള്ളിക്കാരൻ എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആ സമയത്താണ് പുള്ളി ചോദിച്ച് കല്യാണം കഴിച്ചാണോ? ഞാൻ പറഞ്ഞില്ല. അപ്പോൾ എവിടെ ജോലി ചെയ്യുന്നത്? അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളി എൻ്റെ കയ്യിൽ മൊബൈലൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ കാര്യം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിത്തിരി ഉറക്കമയക്കത്തിൽ നിൽക്കുകയാണ്. ജോലി കഴിച്ച് ക്ഷീണമുണ്ട്. പുള്ളി ചോദിച്ചു ഉറക്കത്തിൻ്റെതായിരിക്കുമല്ലേ? ഉണ്ട് ചെറിയൊരു അപ്പോൾ പുള്ളി നമ്പറൊക്കെ മേടിച്ചു ഇങ്ങനെ. അപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ഈ കാര്യം പിറ്റേ ദിവസം ഓഫീസിൽ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ് ഇങ്ങനെ കല്യാണ സമയമായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കല്യാണം വരുന്നത്. ആയിക്കോട്ടെ എന്നത്. അത് കഴിഞ്ഞ് വേറെ ദിവസം ഞാൻ ബസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ ഈ റൈറ്റ് സൈഡിലേ ഇരിക്കത്തുള്ളൂ. അപ്പോൾ ഈ വൈകിട്ടത്തെ ബസ്സായതുകൊണ്ട് ആൾ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ചാരിക്കിടന്ന് ഉറങ്ങാം. അപ്പോൾ ചേർത്തിലെത്തുമ്പോൾ എല്ലാവരും പോവും. പിന്നെ കണ്ടിട്ട് വിളിക്കും, നമ്മളെ എഴുന്നേക്ക് സ്ഥലത്തിൽ പറഞ്ഞ് വിളിക്കും. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ പതിപോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ കൂലാൻ കഴിഞ്ഞപ്പോൾ അവിടുത്തെ വന്ന് വണ്ടിയിൽ കയറി. അപ്പോൾ വന്ന് പറ്റിയിരുന്നു. അപ്പോൾ ഇങ്ങനെ ആട്ടമൊക്കെ ഉണ്ട് പുള്ളിക്ക്. അപ്പോൾ ഈ കുറച്ച് ആൾ മദ്യപിച്ചിട്ടുണ്ട്. ഞാനൊന്നും പറയാൻ പോയില്ല. അപ്പോൾ ഞാൻ മയക്കത്തിലാണ്. എൻ്റെ പുറകെ വേറെ ആളിരിപ്പുണ്ട്, അതിൻ്റെ പുറകെ വേറെ ആളിരിപ്പുണ്ട്. ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് പേരെ തോണ്ടിയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഇങ്ങനെ നിൽക്കാൻ പുള്ളി. അപ്പോൾ ഞാൻ മനസ്സിലായപ്പോൾ വാൾ വയ്ക്കാൻ പോയാണ്. ഞാൻ എന്തൊരു വാൾ വയ്ക്കണം ഇങ്ങനെ വെച്ച്. അപ്പോൾ ചാടി ഞാൻ എഴുന്നേറ്റ് മാറി. പുള്ളിക്കാരൻ്റെ അപ്പം തന്നെ പുറത്ത് ഷട്ടർ അടയ്ക്കാൻ നോക്കി. കാരണം വാൾ വയ്ക്കുമ്പോൾ അതിൻ്റെ കാറ്റത്ത് തെറിച്ച് വീഴുമല്ലോ. അടയ്ക്കാൻ നോക്കിക്കൊണ്ട് ഇടാൻ പറ്റുന്നില്ല. പുള്ളി വാൾ വെച്ച് പോയി. അപ്പോൾ അവരുടെയൊക്കെ മേത്ത് വീണ്, അവർ ചാടി എഴുന്നേറ്റ് വരും, അവരൊക്കെ മേത്ത് വീണ്. അപ്പോൾ അവർ ചീത്തറിയണോ പുറത്ത് മാട്ടാനെ കളിച്ച് വന്നിട്ടിരിക്കുകയാണ്. കോപ്പ് മനുഷ്യരൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ്. ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ നന്ദി പറഞ്ഞു അവരിലേക്ക് മനസ്സുകൊണ്ട്. കാരണം വാൾ വെച്ചിരുന്നെങ്കിൽ അരിച്ചു വയ്ക്കുക, എൻ്റെ മെത്തഡല്ലേ തീർക്കത്തുള്ളൂ. അത് പറയാൻ തോന്നിയല്ല, അതന്നെ വലിയ കാര്യം.